ഹായ് ഫ്രണ്ട്സ്, മൺപാത്രങ്ങളുമായിട്ട് അടുപ്പമില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് നമ്മുടെ അടുക്കളകളിലും എല്ലാം നമ്മൾ മൺപാത്രം ഉപയോഗിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ഒരുപാട് കുറവാണെങ്കിലും അത്യാവശ്യം കറിച്ചട്ടിയും ചെടിച്ചട്ടിയും എങ്കിലും മൺപാത്രം ഉപയോഗിക്കുന്നവരാണ് എല്ലാ മലയാളികളും തന്നെ. വളരെ വിപുലമായ ഒരു കളിമൺ പാത്ര സഹകരണ സംഘമാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർക്ക് പോകുന്ന വഴി കട്ടച്ചിറയിലാണ് ഈ ഒരു ഫാക്ടറി ഉള്ളത്. ഇവിടെ മൺപാത്ര നിർമ്മാണമുണ്ട്, ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. പരമ്പരാഗത രീതിയിൽ കുലത്തൊഴിൽ ചെയ്യുന്നവരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടുവരാം. അതോടൊപ്പം തന്നെ ഇതിന്റെ നടത്തിപ്പുകാരോട് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചും വരാം. എൻ്റെ പേര് സാബു. ഇതൊരു സൊസൈറ്റിയാണ്, കളിമൺ പാത്ര നിർമ്മാണ വ്യവസായ സഹകരണ സംഘം. ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി അവറുകളാണ് എൻ്റെ അടുത്തുള്ളത്. ഈ സ്ഥാപനം 1960 ഇവിടെ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇവിടെ പരമ്പരാഗത തൊഴിലായിട്ടുള്ള ഈ കളിമൺ പാത്ര നിർമ്മാണം ചെയ്യുന്ന ആളുകൾ ഇവിടെ അധികമായിട്ട് അധിവസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കട്ടച്ചിറ. അങ്ങനെയാണ് ഇവിടെ ഈ യൂണിറ്റ് കളിമൺ പാത്ര വ്യവസായ സഹകരണ സംഘം ഉണ്ടാകാൻ തന്നെ കാരണം. ഇന്ന് 60 വർഷം പിന്നിടുന്ന ഈ സ്ഥാപനത്തിൽ നിരവധി കളിമൺ പാത്രങ്ങളും ശില്പങ്ങളും അങ്ങനെ ഒത്തിരി അനവധി സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽപ്പന നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം ഇന്ന് ഈ 64 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ പ്രവർത്തന മേഖലയിൽ ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കുവാനും ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് വിൽപ്പന നടത്തുവാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മാണം എന്ന് പറയുന്നത് കളിമൺ പാത്ര നിർമ്മാണം തന്നെയാണ്. കളിമണ്ണ് നമ്മുടെ പാടശേഖരത്തിൽ നിന്ന് ശേഖരിച്ച് അമിതമായ വിലയാണ് ഇന്ന് ആളുകൾ കളിമണ്ണിന് വാങ്ങിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ അത് വില കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അത് പക്കമില്ലിൽ മണ്ണരയ്ക്കുന്ന മെഷീനിൽ കയറ്റി അരച്ച് ആ അരച്ചെടുക്കുന്ന മണ്ണ് കൊണ്ട് നമ്മൾ പലതരം പാത്രങ്ങൾ ചിരാത് മുതൽ ചെടിച്ചട്ടികൾ വരെ
ഏറ്റവും വലിയ ഫ്ലവർ വേസുകൾ വരെ, അതുപോലെ തന്നെ കള്ളി എത്തുന്ന മാട്ടം, പനയെന്ന് കള്ളെടുക്കുന്ന വലിയ കലം, കഞ്ഞിക്കലം, കഞ്ഞൂടിച്ചട്ടി, കലശക്കുടം, അതുപോലെ തന്നെ ഈ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സംഭവമായ കക്കരിക്കുടം എന്ന് പറയുന്ന 5 വാലും 3 വാലും ഒക്കെ ഉള്ള കിണ്ടികൾ, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, അതുപോലെ വിഗ്രഹങ്ങൾ, പ്രതിമകൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിർമ്മിച്ച് നമ്മൾ വിൽക്കുന്നുണ്ട്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മൺപാത്രത്തിലോട്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. പാത്രം ഉണ്ടാക്കി, അവിടെ വെച്ച് പാത്രം എല്ലാം ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് ഉണക്കി ചൂളയിലോട്ട് അടുക്കി വേവിച്ചേക്കുന്ന ഭാഗമാണ്. ഇതിപ്പോ ചൂള വെന്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചൂള ഇപ്പോൾ പാത്രം എല്ലാം വെന്തു, അത് തിരിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതിനകത്തൊരു 75-80,000 രൂപയുടെ പാത്രം ഇതിനകത്ത് നമ്മൾ അടുക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ആയാലും നമ്മൾ ഇതിനകത്ത് വെച്ച ഒരു 90% പാത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് ഒരു ശിവലിംഗം, മോരുകുടം. ഇപ്പോൾ ഇനിയിപ്പോൾ വേനലാണ് വരുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ദാഹിച്ചോടി വരുന്ന സമയത്ത് മോരും വെള്ളവും നാരങ്ങ കൊടുക്കുന്നതിനുള്ള മൺപാത്രം ഇവിടെ ഓൾറെഡി റെഡിയാണ്. ആദ്യകാലങ്ങളിൽ പാത്രം ഉണ്ടാകാൻ ഉപയോഗിച്ചിരുന്ന മനച്ചൽ വീല് എന്ന് പറഞ്ഞാൽ അന്ന് കറണ്ടും സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ കുടിൽ വ്യവസായമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും തന്നെ കറണ്ട് എത്തിയപ്പം നമ്മുടെ ഈ മനുഷ്യരുടെ അധ്വാനം കുറയ്ക്കുന്നതിന് ഭാഗമായിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വീലുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യ നാളുകളിൽ പാത്രം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മനച്ചൽ വീലിലൊന്നാണിത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ നമ്മുടെ ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. കഞ്ഞി വയ്ക്കുന്ന കലം മുതൽ കറി വയ്ക്കുന്ന ചട്ടികൾ, അതുപോലെ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുന്നതിന് വേണ്ട സർവ് ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൺപാത്രത്തിൽ പാകം ചെയ്ത ആളുകൾ കഴിക്കുമ്പോൾ അസുഖങ്ങൾ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പാത്രങ്ങൾ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ, അതായത് നല്ല ബെനിഫിറ്റായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം നമ്മുടെ സ്ഥാപനം സന്ദർശിച്ച് ഇവിടുന്ന് പാത്രങ്ങൾ എടുത്ത് വിൽപ്പന നടത്താൻ സാധിക്കും. പുതിയ തലമുറയിലുള്ളവർക്കാണേലും പഴയ തലമുറയിലുള്ളവർക്കാണേലും കളിമൺ പാത്രങ്ങൾ പരിചിതമാണെങ്കിലും ഇതിന്റെ നിർമ്മാണം അത്ര പരിചിതമല്ല. കാരണം പലരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. എന്താണേലും ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പരമ്പരാഗത രീതിയിൽ കുലത്തൊഴിൽ ചെയ്യുന്നവരാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ്. അപ്പൊ എല്ലാവരും തന്നെ ഇവിടെ വന്ന് കയറി ഈ സാധനം മേടിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.